ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ഇടവക വികാരി, നമ്മുടെ ഈ ഇടവകയുടെ പൊന്നോമന പുത്രനായിട്ടുള്ള നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട സജിയച്ചൻ, ഇടവകയുടെ സൺഡേ സ്കൂളിൻ്റെ HM കൺവീനർ, ബഹുമാനരായ മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും വാത്സല്യനിധികളായ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒന്നുകൂടി അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ 10 ദിവസക്കാലം സ്റ്റാൻഡ് ഫ്രോം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പിൻ എന്ന ചിന്താവിഷയത്തെപ്പറ്റി നമ്മളിവിടെ 10 ദിവസം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ അധ്യാപകരും എല്ലാവരും വോളണ്ടിയേഴ്സും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് ഒരു മാലയിലെ മുത്തുമണികളായിട്ടുള്ള എല്ലാവരും നിന്നിവരെ പഠിപ്പിക്കുകയാണ്. നാം എപ്രകാരമാണ് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് നമ്മൾ ഇവിടെ പഠിച്ചു. പ്രിയ പൈതങ്ങൾ, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കളായ നാം നമ്മുടെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ VBSന് വേണ്ടി അധ്യാപകരുടെ കരങ്ങളിലേക്ക് വിട്ടു തന്നിരുന്നതാണ്. ഈ 10 ദിവസം നാം എന്താണ് അവരെ അഭ്യസിപ്പിച്ചത്, അവരെന്താണ് പഠിച്ചത് എന്ന് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. ഇന്ന് ഫൈനൽ ഡേ ആയിട്ട് നമ്മളത് മാതാപിതാക്കളും അത് വിലയിരുത്തി കഴിഞ്ഞു. എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ഒരു ചോദ്യം, ഇവിടെ 2 നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഓരോരോ കഥകൾ പറഞ്ഞു. ഞാനത് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നാം എന്താണോ പഠിച്ച് മുൻപോട്ട് പോകുന്നത് അതായിരിക്കും നമ്മുടെ മരണം വരെയും നമുക്കുള്ള ആശ്രയം. അതായിരിക്കും നമ്മൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നത്. നമ്മുടെ ഇടവകയിലെ മകനായിട്ടുള്ള സജിയച്ചൻ പറഞ്ഞു, അച്ഛൻ പഠിച്ച സൺഡേ സ്കൂളിൽ നിന്നാണ് അച്ഛൻ എവിടെ എത്താനായി, ഒരു അച്ഛനാകാൻ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞത്. അപ്പം നമ്മൾ ഇരിക്കുന്ന ഈ പുതുതലമുറയോട്, ഭാവിയുടെ വാഗ്ദാനങ്ങളായ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മൾ എത്ര അച്ഛന്മാരാകും, എത്ര ഉപദേശികളാകും. അച്ഛനും ഉപദേശിയുമായതുകൊണ്ട് അല്ലെങ്കിൽ നല്ല വ്യക്തിത്വങ്ങളാവാനായിട്ട് സാധിക്കുമോ നമുക്ക്? അല്ലെങ്കിൽ HM ആയതുകൊണ്ട്, ട്രസ്റ്റി ആയതുകൊണ്ട്, അസംബ്ലി മെമ്പർ ആയതുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളാവാൻ സാധിക്കുമോ? ഇല്ല. മറിച്ച് നാം എന്താകണം? നല്ല വ്യക്തിത്വമുള്ള കുഞ്ഞുങ്ങളായി മാറണം, സമൂഹത്തിന് മാതൃകയുള്ളവരായി മാറണം, പരസ്പരം സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. പരസ്പരം സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഈ സ്നേഹം പഠിച്ചു കൊണ്ടുപോകുന്നത്? നമ്മുടെ വീട്ടിൽ നിന്നാണോ? വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിലുപരി നമ്മുടെ ഇതേപോലുള്ള വെക്കേഷൻ ബൈബിൾ സ്റ്റഡീസിലും സൺഡേ സ്കൂളിലും ഒപ്പം സ്കൂളിലും ഒക്കെയാണ്. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വിശ്വസ്തത പാലിക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണേ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ആ അനുസരണം പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് അല്ല, മറിച്ച് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ കുറ്റം പറയുക എന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഞങ്ങളൊക്കെ, എൻ്റെയൊക്കെ ആ ഒരു ഏജിലുള്ള ആൾക്കാർ മുതിർന്നവരെ കാണുമ്പോൾ ചാടി ഒന്ന് എണീറ്റ് നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരെ കാണുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കും. പലപ്പോഴും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്, എൻ്റെ അനുഭവത്തിൽ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു തലമുറ, അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് ഈ കോവിഡ് വന്നപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും ഒരു ഇതിലോട്ട് പോയത്. കാരണം അവർക്ക് എല്ലാവർക്കും ഓരോ മൊബൈലാണ്, സോഷ്യൽ മീഡിയ. അതുകൊണ്ട് അത് നമ്മളൊന്ന് മാറ്റിയെടുക്കണം. ചെറിയ ഒരു വാക്യത്തിൽ കൂടി പറഞ്ഞു വരാനായിട്ടാണ് ഞാൻ തയ്യാറായി വന്നത്. എന്നാൽ ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞത് VBSൻ്റെ അനുഭവത്തെ പറ്റി പറയുവാനായിട്ടാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ പ്രത്യാശ വെക്കുക,
എന്ന് പറഞ്ഞാൽ എന്താ? സങ്കീർത്തനം 6:1 പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനസ്സോടുകൂടി നമ്മൾ യഹോവയിൽ പ്രത്യാശ വെക്കണം. യഹോവയിൽ പ്രത്യാശ വെക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അങ്ങനെ ഭാഗ്യവാനായി തീരണമെങ്കിൽ എന്തോ വേണം? ക്രിസ്തു നമ്മുടെ മുൻപേ കടന്നു പോകണം. ക്രിസ്തു കടന്നു പോകണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വിദ്യ എന്ന് പറയുന്ന അഭ്യാസം നമ്മുടെ വിദ്യാലയത്തിൽ നിന്നല്ല, സൺഡേ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുമ്പോൾ അത് നമുക്ക് മറവിടമായിരിക്കണം. ശത്രുവും ദുഷ്ടനും ഒക്കെ ഇങ്ങനെ പതിയിരിക്കുന്ന കാലമാണ്. ഇവിടെ നമ്മൾ ഒരു ഡ്രാമ ഇവിടെ കണ്ടു കഴിഞ്ഞു. എന്തുവാണ്? കോളേജിൽ പോകുന്ന കുട്ടികളെല്ലാം എന്തോത്തിനടിമയാ? ഡ്രഗ്സിന് അടിമയാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ കൂട്ടുകെട്ടുകളുണ്ടാവാം, പ്രലോഭനങ്ങളുണ്ടാവാം. നമ്മൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന സാക്ഷികളായി തീരുമ്പോൾ പ്രലോഭനത്തിൽ വീഴാതെ ദൈവസന്നിധിയിൽ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളും ഞാനും ദൈവ പൈതലായിട്ട് മാറുവാനായിട്ട് സാധിക്കും. അനേക കുഞ്ഞുങ്ങൾ ഇന്ന് മാതാപിതാക്കളിരുന്ന് കരഞ്ഞ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ റൂമിലിരുന്ന് കഥകടച്ചിരുന്ന് റീൽസ് നോക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെയാണ് വിശ്വാസം? എവിടെയാണ് പ്രത്യാശ? എവിടെയാണ് ക്രിസ്തുവെങ്കിലുള്ള ഉറച്ച വിശ്വാസം? നിങ്ങളുടെ സ്ഥിരത എങ്ങോട്ടാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനാകണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിത്തീരണം? കുഞ്ഞെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ പരാതി പറയാം. എന്തുകൊണ്ട്? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കണമെങ്കിൽ എന്തു വേണം? ക്രിസ്തു മൂല്യ അധിഷ്ഠിതമായ ജീവിത രീതിയായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യണം? യഹോവ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. അങ്ങനെയുള്ളവർക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കാണ് എന്തുവാണ്? സ്വർഗരാജ്യം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് ദൈവം എന്താണ് ഉപമ അവിടെ ശിശുക്കളെ പറയുന്നത്? ശിശുക്കൾ നിഷ്കളങ്കരാണ്, നിർമ്മല ഹൃദയമുള്ളവരാണ്. ആണോ? അതുകൊണ്ടാണ് അവിടെ ഉപമ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ആയിരിക്കണം? നിഷ്കളങ്കതയുള്ള കുഞ്ഞുങ്ങളായി തീരണം. സത്യം സംസാരിക്കുക, വായിൽ എപ്പോഴും സത്യസന്ധത ഉണ്ടായിരിക്കണം. മാതാപിതാക്കളോട് കള്ളം പറയരുത്. നിങ്ങളുടെ ചെറിയ ചെറിയ കള്ളങ്ങളായിരിക്കാം വലുതിൽ ചെന്ന് എത്തുന്നത്. നിങ്ങൾ വിചാരിക്കും ഒരു തെറ്റ് ചെയ്താൽ ആരും കാണത്തില്ല, 2 മോഷണം നടത്തിയാൽ ആരും കാണത്തില്ല. ഒരുപക്ഷെ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ ഒന്നും പറയത്തില്ല, ടീച്ചേഴ്സ് ഒന്നും പറയത്തില്ല. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ്. അനുദപിച്ച് ഏറ്റു പറയണം. നാം ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും നമ്മുടെ തലമുറ അനുഭവിക്കുന്നത്. 7 തലമുറ വരെ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞെങ്കിൽ എന്നെ പോലുള്ള ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ മാതാപിതാക്കൾ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ, പ്രിയ പിതാക്കളെ, മാതാക്കളെ, സഹോദരികളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഷളത്വത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവരുടെ പോക്ക് എന്താണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? നമ്മളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന വഴി നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. നമ്മൾക്ക് കൊണ്ട് ഒന്നേ സാധിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പ്രിയ പൈതങ്ങൾ, ഈ 10 ദിവസക്കാലം നമ്മൾ ഈ പഠിച്ചത് വെറുതെ പോകരുത്, വെറുതെ ആകരുത്. ഓരോ വർഷവും, എല്ലാ വർഷവും നമ്മൾ ഒരു ആചാരം പോലെ നമ്മൾ ഈ VBS കൊണ്ടുപോകരുത്. എല്ലാ വർഷവും നടത്തുന്നു, ഈ വർഷവും നടത്തുന്നു, എല്ലാ പള്ളിയിലും നടത്തുന്നു, ജെറുസലേം ദേവാലയത്തിലും നടത്തുന്നു. അതാകരുത് നമ്മുടെ VBS. VBS കൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്താണ്? തിരുവചനത്തിൽ എഴുതുന്ന സത്യങ്ങൾ
അതിൻ്റെ മർമ്മങ്ങൾ വിവേചനമുള്ളവരായി, വിവേകമുള്ളവരായി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എൻ്റെ പ്രിയ പൈതങ്ങൾ ഇടയായിത്തീരണം. ഒരു പക്ഷേ ദൈവിക ജ്ഞാനത്തിലല്ലായിരിക്കാം മാതാപിതാക്കൾ കടന്നു വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ അവർക്ക് മാതൃകയുള്ളവരായിരിക്കണം. കാരണം ഇന്ന് ഇത്രയും പേരൊക്കെ ഈ ദേവാലയത്തിലായിത്തീരുന്നിരിക്കുന്നെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഇത്രയും നിറയെ ഈ ദേവാലയത്തിലാകുമോ എന്ന് സംശയമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാമും നിങ്ങളും കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് എത്ര അച്ഛന്മാരാണ് പള്ളിയിലുള്ളത്? ഓരോ ദേവാലയത്തിലും എത്ര അച്ഛന്മാരാണ് പുരോഹിതന്മാരായിട്ട്? ഇന്നലെ തന്നെ 2 അച്ഛന്മാർക്ക് അല്ലയോ അച്ഛാ? 2 മൂന്ന് അച്ഛന്മാർക്കായിരുന്നു ഇന്നലെ നമുക്കിവിടെ പട്ടം കൂടെ കൊടുത്തത്. ഇനിയുള്ള തലമുറയിൽ ഇതേപോലെ എത്ര അച്ഛന്മാരായി തീരുവാനായിട്ട് സാധിക്കും? എത്ര പേർക്ക് ആകുവാനായിട്ട് സാധിക്കും? അപ്പം നമ്മൾ എന്തോ വേണ്ടത്? ഓരോ ദിവസവും ദൈവത്തോട് നമ്മൾ കടംപെട്ടവരായിരിക്കണം. ദൈവത്തോട് നമ്മൾ എന്തുവാ ഓരോ ദിവസം ചെല്ലുന്തോറും പറ്റിച്ചേരുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ആയിത്തീരണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരായിത്തീരണം. കൂടുതലായിട്ട് ദീർഘിപ്പിച്ചു പോകാനോ ഒരു പ്രസംഗം നടത്തുവാനോ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നടപ്പ്, ഇരിപ്പ്, നിങ്ങളുടെ ചിന്ത ഒക്കെ യഹോവയ്ക്ക് പ്രസാദമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് പ്രാപ്തരാകണം. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. പ്രിയ ടീച്ചേഴ്സിനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വർഷക്കാലവും പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെടുവാനിടയാകരുത് എന്ന്. എന്നിൽ തന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് പഠിപ്പിക്കുവാൻ കഴിഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകരുതേ, യഹോവയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പ്രാപ്തരാകണം. നല്ല മാതൃകയായിട്ടുള്ള എല്ലാ അധ്യാപകരും ഉണ്ട്. എന്നാലും നമ്മുടെ ശിവസാലോമി അച്ഛമ്മ നല്ല മാതൃകയാണ്. പലയിടത്തും കാണാത്ത കുറേ വ്യക്തിത്വങ്ങൾ, നല്ല വ്യക്തിത്വമുള്ള അധ്യാപകരാണ്. പുകഴ്ത്തുമല്ല, അവരെ പുകഴ്ത്തി പറഞ്ഞിട്ട് എനിക്ക് പോയിട്ട് യാതൊന്നും സാധിക്കാനില്ല. ഞാൻ ഇന്ന് ഇവിടെ നിന്നും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അവരെ കാണുന്നത്. എന്നാൽ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ, അവരെയൊക്കെ നമ്മൾ മാതൃക വെക്കണം. അച്ഛൻ എല്ലാ സമയവും ഒരു ദിവസം പോലും അച്ഛൻ ഈ VBS ഇവിടെ നടക്കുമ്പോൾ വരാതിരുന്നിട്ടില്ല. തിരക്കേറിയ സമയത്തും അച്ഛൻ ഇവിടെ കടന്നു വന്ന് നല്ല നല്ല ശാസനയും ശിക്ഷയും ഒക്കെയുണ്ട്, സ്നേഹവും ഒക്കെയുണ്ട്. വടിയെടുക്കുന്നവൻ മക്കളെ സ്നേഹിക്കുന്നു, അടിക്കുന്നവനാണ് മക്കളെ സ്നേഹിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എൻ്റെ പാപ്പായ്ക്കും അമ്മയ്ക്കും അല്ലെ അച്ഛനും ഒന്നും എന്നോട് സ്നേഹമില്ല, കൊച്ചമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന്. കാരണം എന്താണെന്നറിയാമോ? അവർ നമ്മളോട് ദേഷ്യപ്പെടും, ശിക്ഷിക്കും, ശാസിക്കും. എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ ശാസിക്കുന്നത്. സീനിയേഴ്സ്, ഏത് അപ്പനും അമ്മയും വടിയെടുത്തിട്ടുണ്ടോ അവിടുത്തെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ടും കാണാതെ പോവുക, അല്ലെങ്കിൽ ചിരിച്ച് കളപ്പം ചെയ്യല്ലേ മക്കളെ എന്ന് നമ്മൾ 1, 2, 3 പ്രാവശ്യം പറയും. അതിനുശേഷം എന്തുവാ? ആ സ്നേഹം ഒരു സൈഡിലോട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചേക്കണം. എന്നാൽ അതേ ശിക്ഷ എന്താണ്? ആപത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. നമ്മൾ ഒത്തിരി അങ്ങ് ശിക്ഷിക്കാൻ നിൽക്കരുത്. എങ്കിലും എന്താണ്? വടിയെ പേടിക്കണം. പലപ്പോഴും നമ്മൾ പറയും എൻ്റെ അപ്പനും അമ്മ എന്നെ അടിച്ചിട്ടില്ല എന്ന്. ഈ അച്ഛനൊക്കെ എത്ര അടി കിട്ടി കാണുമെന്നറിയാമോ? ഇല്ലേ?
ഇഷ്ടം പോലെ കിട്ടിക്കാണും. അന്നത്തെ പേരൻസ് ഇതേപോലെ ചൂരലൊന്നും അല്ല എടുത്തടിക്കുന്നത്. മടല് ചിരിക്കുമ്പോൾ ഒക്കെ ആയിരിക്കും കിട്ടുന്ന വഴി എന്താണോ അത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. അല്ലൊന്നുമല്ല, എനിക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടി കാണും. പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുമ്പോഴാണ് നിങ്ങളുടെ പ്രതികരണ ശേഷി വർദ്ധിക്കുന്നത്. ഞങ്ങൾക്കൊന്നും പ്രതികരണമില്ലായിരുന്നു. ഒരെണ്ണം കിട്ടിയോ കരഞ്ഞുകൊണ്ട് എവിടെങ്കിലും പോയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കട്ടിലിൻ്റെ കീഴിലോ അടിയുള്ളതൊക്കെ കട്ടിലിൻ്റെ കീഴിലൊക്കെ കയറുന്നതായിരിക്കും ഞങ്ങളുടെയൊക്കെ പതിവ്. എന്നാൽ നിങ്ങൾ അങ്ങനെയാണോ? അല്ല. ഒന്ന് കിട്ടുമ്പോൾ രണ്ട് നിങ്ങൾ ചെറഞ്ഞു നിന്നിട്ട് മാതാപിതാക്കളെ അടിക്കും. ആദ്യം അനങ്ങത്തില്ല, പിന്നെ നിങ്ങളെന്തുവാ തിരിഞ്ഞടിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, അതായിരിക്കരുത് നമ്മളുടെ വളർച്ച, അതായിരിക്കരുത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ ഹാബിറ്റും നമ്മുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ എങ്ങനെ ആയിരിക്കണം? വളരെ പൊളൈറ്റായിട്ട് പേരൻസ് പറയുമ്പോൾ അവർക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരമാണ് അവർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നല്ലത് എന്താണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങളുടെ ഓപ്ഷൻസ് ആണ്, നിങ്ങൾ ചൂസ് ചെയ്യണം. എന്താണ് റൈറ്റ്, എന്താണ് റോങ്. അതുകൊണ്ട് ദീർഘിപ്പിച്ചു പോകുന്നില്ല പ്രിയ കുഞ്ഞുങ്ങളെ. ഈ 10 ദിവസക്കാലം നിങ്ങൾ എനിക്ക് തന്ന സന്തോഷത്തിനും വാത്സല്യത്തിനുമൊക്കെ ദൈവകൃപയുടെ മറവിൽ നിന്ന് 1000 നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ പ്രിയ അച്ഛന്മാർക്കും കൊച്ചമ്മയ്ക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളിൻ്റെ HM-നും കൺവീനറിനും ഒക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളെല്ലാം ദൈവം തമ്പുരാൻ ധാരാളമായിട്ട് കൂടുതൽ അനുഗ്രഹിക്കട്ടെ. സ്കൂളിലൊക്കെ പോകുമ്പോൾ യഹോവയുടെ സാന്നിധ്യം, കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ നന്ദി അർപ്പിക്കുന്നു.